ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കുറവാട്ടോ പണി. കാരണം ഇന്നലെ ചൂരമീനൊക്കെ മേടിച്ചായിരുന്നു. അപ്പം അതൊക്കെ കറി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി, ചോറും ഇരിപ്പുണ്ട് കേട്ടോ. ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റി പിന്നെന്താ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ പരിപാടികൾ. ഇന്നിപ്പോൾ ചേട്ടായി ഓഫാണ്, അപ്പോൾ വേറെ ഇവിടെ കാണും. ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ, ഞാൻ ആദ്യം പോയി പല്ല് തേക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പല്ല് തേക്കട്ടെ കേട്ടോ. കാരണം ഈ മുറിയിൽ വെട്ടമില്ല. ഞാൻ പല്ല് ഉപയോഗിക്കാത്ത പുറത്ത് മുറിയിൽ വെട്ടമില്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ട് വരട്ടെ. ഇപ്പോൾ ടി വി വെക്കാതെ കുറച്ച് എഴുന്നേറ്റില്ല. ടി വി വെക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ പോയി പല്ല് തേക്കട്ടെ കേട്ടോ. അവിടെ വെട്ടമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗായ്സ്, ഞാൻ പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല്ലുതേയൊക്കെ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്നായിരുന്നില്ല. ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അധികം നേരം പല്ല് തേക്കരുതെന്നാണ്. 2 മിനിറ്റൊക്കെ പല്ല് തേക്കാവുള്ളൂ. മഴയൊക്കെ പെയ്തിട്ട് അപ്പടി മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര എന്നാ പറയുക, പാത്രം കഴുകാനുണ്ട്, കറിയൊക്കെ ചൂടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇച്ചിരി ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദോശ എനിക്കിഷ്ടമില്ല. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ. തേങ്ങയൊക്കെ പോയി ഒന്ന് പൊട്ടിച്ച് അട ഉണ്ടാക്കട്ടെ. തേങ്ങാവെള്ളം കുടിക്കാൻ നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടയ്ക്കൊക്കെ ഞാൻ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ. നമുക്ക് മീൻകറി ഉണ്ടേ. അപ്പോൾ മീൻകറി കൂട്ടി അട തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ഇങ്ങനെ പോകും. ഈ അട മൊത്തമൊന്നും ഞാൻ തിന്നത്തില്ല കേട്ടോ. പകുതി ചേട്ടായിക്ക് കൊടുക്കും. ഇച്ചിരി ദോശ ഉണ്ടായിരുന്നു ഇന്നലത്തെ, എൻ്റെ ബാക്കി മാവേ ദോശയുണ്ട്. ഒരട ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. രാവിലത്തെ കാര്യങ്ങൾ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നും അങ്ങനെ എടുക്കുന്നത്. ഇന്നിപ്പം പുറത്തൊക്കെ ഒന്ന് പോകണം, അതിനൊക്കെ വീഡിയോ വേറെ ഒരെണ്ണം എടുക്കാം. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചല്ലേ എടുത്തേക്കുന്നത്. ഫുള്ള് ബാക്ക് ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാണുന്നവർ ഫുള്ള് കാണുന്നവരില്ലായിരിക്കും അല്ലേ? എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നവരുണ്ടോ? ആർക്കറിയാം. തവി എവിടെയാണ്? തവി ഒന്ന് അറിയാം. തവി പൊട്ട ഷർട്ട് സെറ്റ്. എടുക്കുവാ ABCD വായിക്കുവാണോ? ഒരാൾ ABCD വായിക്കുവാണ്. ഈ മേശയുടെ പുറം കിടക്കുന്നുണ്ടോ? മേശയുടെ പുറത്ത് ഒരാൾ എപ്പോഴും അതുപോലെ വർക്ക് ചെയ്തു.
ഞാനിതെല്ലാം പെറുക്കിയിടും. കുറെ ആക്രികളുണ്ട്, ഇതെല്ലാം പെറുക്കി കളഞ്ഞേക്കട്ടെ കുഞ്ഞായി. കളഞ്ഞേക്കട്ടെ, കളയണ്ടേ? ഇതെല്ലാത്തിനും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് ഈ ആക്രിയൊക്കെ. പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ തല വന്ന് വെട്ടി കുഞ്ഞാപ്പി. എൻ്റെ അച്ഛമ്മ വന്ന് എൻ്റെ തല വെട്ടിയല്ലോ. ചുമ്മാ അടിയിൽ പെറുക്കി വെക്കുന്നു. കുറച്ച് നേരം കൊണ്ട് ഇത് മൊത്തം ഓക്കെ ആക്കും. അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ മീൻകറിയും ഒരടുപ്പിൽ നമ്മുടെ അടയും ഒക്കെ ഇരുന്ന് വേകുന്നുണ്ട് കേട്ടോ. മഴ പെയ്തുകൊണ്ട് നീങ്ങാൻ ഭയങ്കര പാടാ. അടിച്ചു കഴിഞ്ഞു. താങ്കളെന്ത് പറയുന്നു? അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയ വീഡിയോ എടുക്കാം കേട്ടോ. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ എന്നും തേക്കുന്ന ഞാനൊരു ഓയിലും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് കുഞ്ഞ് ഒഴിച്ച് കളഞ്ഞെന്ന്. ആ കൂടെ ഞാനൊരു ഓയിലും കൂടെ മേടിച്ചു. അപ്പോൾ അതാണ് തൂക്കുന്നത്. മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് മുടി പൊഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് പൊഴിഞ്ഞിട്ടാണ് വളരുള്ളൂ. വളരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഉള്ളത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എപ്പോഴും നമ്മൾ തലയിൽ എണ്ണ വെക്കുമ്പോൾ ഇങ്ങനെ തല കുനിച്ചിട്ട് തേക്കുക മുടി വളരാൻ. ഓക്കെ, ഇപ്പോൾ എൻ്റെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. മീൻകറിയൊക്കെ ചൂടാക്കി, മീൻ വറുത്തു, ചീരത്തോരൻ വെച്ചു, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ചെയ്തു. ഇപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകണം, കുറേ പരിപാടി ഉണ്ടിന്ന്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ വീഡിയോ കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ചുമ്മാ ലൈക്കൊക്കെ ഇടുന്നേ, കമൻറ്റൊക്കെ ചെയ്യുന്നേ. ഒരു നഷ്ടമില്ലാത്ത കേസ് കേട്ടല്ലേ. ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ എനിക്ക് സപ്പോർട്ട് തരണം. തന്നേ പറ്റൂ. ചുമ്മാ ചുമ്മാ ഒന്നുമില്ലല്ലോ, നേരുന്നിട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ടാറ്റ.